അച്ഛൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് ബഹ്റിൻ സഭ, ബഹ്റിനിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന് വേറൊരു സഭ ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു ഈ സഭയെ ചേർത്ത് നിർത്താനായിട്ട് എങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ചെന്ന് ഞാൻ തന്നെ ചിലപ്പം ചോദിച്ചു. ഞാൻ നാട്ടിൽ വരുമ്പോഴും എൻ്റെ ചുറ്റും ആളുകളൊക്കെ കൂടി അച്ഛാ ഇന്നാരും ഒക്കെ ആ സഭയിലുണ്ട്, ഇവരെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുവന്നു? ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളോടുകൂടെ പാസ്റ്റർ PM ജോയി ഉണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിന് ബഹ്റിൻ രാജ്യത്ത് ഒരേ ഒരു ചർച്ച് മാത്രമാണുള്ളത്. കഴിഞ്ഞ 50 വർഷത്തോളമായി ആ സഭ അവിടെ പ്രവർത്തിക്കുന്നു. ആ സഭയുടെ തുടക്കം മുതലുള്ള ശുശ്രൂഷകനാണ് പാസ്റ്റർ PM ജോയ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശുശ്രൂഷ കാലഘട്ടത്തിലെ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. സ്വാഗതം ചെയ്യാം പാസ്റ്റർ PM ജോയിയെ. അച്ഛാ, വെൽക്കം. യെസ്, ബഹ്റിനിൽ 50 വർഷം, അരനൂറ്റാണ്ട് പ്രവാസിയായിട്ട്. ഓക്കെ, ഒരു അരനൂറ്റാണ്ട് കാലം കേരളം വിട്ട് പ്രവാസിയായി ജീവിക്കുന്നു. അത്രയും കാലം തന്നെ ഒരു ശുശ്രൂഷകനായി കൂടെ ജീവിക്കുവാൻ സാധിക്കുന്നു. മേ ബി അതൊരു റെക്കോർഡായിരിക്കും എനിക്ക്. ഗൾഫ് മേഖലയിൽ ഇന്നുള്ളതിൽ ഏറ്റവും സീനിയർ പാസ്റ്ററാണ്. അതെ, അങ്ങനെ പറയാം. അതിൽ ഈ 50 വർഷവും ശുശ്രൂഷ ഞാൻ പറഞ്ഞു. അതായത് ബഹ്റിൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന ആ ചർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. തുടങ്ങുന്നത് 76 ഫെബ്രുവരി 29 ഞാൻ ലാൻഡ് ചെയ്തു. ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ സഭയിൽ ജോയിൻ ചെയ്യുകയാണ്. അതേ വർഷം ജൂൺ മാസത്തിൽ ആ സഭയുടെ ജനറൽ ബോഡിയിൽ സഭയ്ക്കൊരു അസോസിയേറ്റ് പാസ്റ്റർ വേണമെന്നുള്ള തീരുമാനമായി. ഐകണ്ഠ്യൻ അത് തീരുമാനിച്ചു. ആ തീരുമാനം പാസ്സായി കഴിഞ്ഞ ഉടനെ എൻ്റെ പേര് നിർദ്ദേശിച്ചു. ഞാൻ ചെന്നിട്ട് 4 മാസമേ ആയുള്ളൂ. ഒരു ശുശ്രൂഷകനായിട്ടല്ല ചെല്ലുന്നത്, ജോലിക്ക് വേണ്ടി ചെന്നു. അതെ. അപ്പോൾ ആ സഭയിൽ ജോയിൻ ചെയ്തു. ആ സഭ തീരുമാനിച്ചു ഒരു അസോസിയേറ്റ് പാസ്റ്ററുടെ ലെവലിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് കാരണം അവരുടെ ഈ 4 മാസത്തെ വിലയിരുത്തലിൽ ഞാൻ ചെന്ന ഉടൻ തന്നെ സജീവമായിരുന്നു. എൻ്റെ വർഷിപ്പിൽ പോകുന്ന കാര്യമായാലും അവിടെ ചെന്ന് കഴിഞ്ഞാലും ഉള്ള ഒരു പുറകിലൊന്നും മാറിയിരിക്കത്തില്ല. അല്ലെങ്കിൽ സജീവമായിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. അങ്ങനെ ഉള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ആ കാലയളവിൽ 4 മാസത്തെ അത് കണ്ടിട്ടായിരിക്കാം അവർ തീരുമാനിച്ചത്. ഓക്കെ, എനിവേ, പിന്നെ ശുശ്രൂഷ ഇപ്പോൾ ആ സഭയിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അതേ വർഷം, ചെന്ന വർഷം തന്നെ 4 മാസത്തിനുള്ളിൽ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ സ്വദേശിയാണ്. അതെ. ഈ അഞ്ചൽ ദേശത്ത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതെ. മാതാപിതാക്കൾ ശരിക്കും വാര്യാപുരത്ത് നിന്ന് അവിടേക്ക് പോയതാണ്. പത്തനംതിട്ട ജില്ലയിലെ വാര്യാപുരത്ത് നിന്ന് അവിടേക്ക് പോയി താമസിക്കുകയായിരുന്നു. എൻ്റെ കുടുംബം അവിടെയാണ്. ഓക്കെ, എത്ര പേരായിരുന്നു നിങ്ങൾ മക്കൾ? 8 പേര്. 8 പേര്. അച്ഛൻ എത്രാമത്തെയാണ്? ഞാൻ ആറാമത്തെയാണ്. ഓക്കെ, പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനമെല്ലാം അഞ്ചലിൽ തന്നെ. ഓക്കെ, പഠനാനന്തരം പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് പോകാൻ അവസരം കിട്ടിയോ, അതോ നേരത്തെ ഇവിടെ വല്ലതും ജോലി ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ജോലി അന്വേഷിച്ച് ഞാൻ മധ്യപ്രദേശിലാണ് പോയത്. മധ്യപ്രദേശിൽ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പാസ്റ്റർ PS സാമുവൽ. അദ്ദേഹം വാര്യാപുരം യോനാച്ചിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അതെ. ഇവർ വാര്യാപുരം യോനാച്ചനും ഈ PS സാമുവൽ അവരൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ ബാല്യകാല സുഹൃത്തുക്കളാണ്. അവർ അടുത്തടുത്താണ്. മനസ്സിലായി. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ താമസിച്ചു ഒരു 2.5 വർഷം. ആ ഒരു 2.5 വർഷമായി ശരിക്കും ഈ മിനിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ചിന്തിച്ചാൽ കറക്റ്റാണോ? അത് ഒരു കാര്യം. പക്ഷേ ഞങ്ങളുടെ ആത്മീയ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ ഞങ്ങൾ ആത്മീയ വിഷയത്തിൽ
മുൻപന്തിയിലായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചനും പന്തളത്തു നിന്ന് വന്ന ഉണ്ണുണിച്ചായൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനും അവർ ഈ 2 കുടുംബം ചേർന്നാണ് അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ സ്ഥാപിതമാകുന്നത്. അഞ്ചൽ അസംബ്ലീസ്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളും ആ കാലയളവിലുള്ളതായ ഞാൻ, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ സഹോദരിമാർ അവരെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ പശ്ചാത്തലം ഞങ്ങൾ പരസ്യയോഗങ്ങളൊക്കെ പോയി നടത്തും. അത് കഴിഞ്ഞിട്ട് യുവജന പ്രസ്ഥാനം CAയിൽ ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആ സെക്ഷൻ്റെ സെക്രട്ടറി ആയിരുന്നു, CA സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ അതുപോലെയുള്ളതായ ആത്മീയ പശ്ചാത്തലം ആ കാലയളവിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ദൈവവചനത്തിൻ്റെ കേൾവി, അല്ലെങ്കിൽ ആ കാലയളവിലൊക്കെ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു ദൈവദാസൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം അദ്ദേഹമായിരിക്കും 5 ഒരാഴ്ചയോ പഠിപ്പിക്കുകയും ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിച്ച്, പഴയ സഭകളുടെ ഒരു രീതി അതായിരുന്നു. അപ്പം അങ്ങനെ ലഭിക്കുന്നതായ ഉപദേശ സത്യങ്ങളും വചനത്തിൻ്റെ ഇതും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ റായ്പൂരിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സഭയുടെ പിന്നെ പ്രവർത്തനങ്ങൾ അതിലൊക്കെ സജീവമായിട്ട് പങ്കാളിയായി തീർന്നു. ഞാൻ ചെന്ന അതിൻ്റെ പിറ്റേ ദിവസം റായ്പൂരിൽ ഒരു മേള നടക്കുകയാണ്. ഈ കർഷകരും അതുപോലെയുള്ള എൻ്റെ റായ്പൂരിലെ ജീവിതത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ ആരംഭം ആ മേളയിൽ ഞാൻ പോയി എന്നുള്ളതാണ്. പോയി അവിടെ നമ്മൾ ട്രാക്ട് കൊടുക്കുക, പിന്നെ സുവിശേഷ പ്രതികൾ അന്ന് വിൽക്കുക. അവിടെ സുവിശേഷ പ്രതികൾ ഒരുപാട് വിറ്റു. അന്ന് ഇപ്പോഴുള്ളതുപോലെയുള്ള ഒരു എതിർപ്പുകളൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം നോർത്ത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. പിന്നെ റായ്പൂരിലുള്ളതായ എൻ്റെ എക്സ്പീരിയൻസ് അതൊക്കെ വളരെ ശ്രേഷ്ഠമായിരുന്നു. റായ്പൂരിൽ നിന്നാണോ ഗൾഫിലോട്ട് പോകാനുള്ള വഴി? അല്ല, പിന്നെയും ഞാൻ ഭിലായിൽ, ഭോപ്പാലിൽ അവിടെയൊക്കെ ചില മാസങ്ങൾ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് രാജസ്ഥാൻ ആറ്റമിക് പവർ പ്രൊജക്റ്റ് RAPP അവിടെ ജോലി കിട്ടി. അങ്ങനെ ഞാൻ രാജസ്ഥാനിലോട്ട് പോയി. കോട്ട, റാവത്പട്ട്, ചമ്പൽ നദിയുടെ തീരത്തായിരുന്നു ഈ റിയാക്ടറും കാര്യങ്ങളും എല്ലാം അവിടെ സ്ഥാപിച്ച് അവിടെയാണ് ഞാൻ ഒരു 7 വർഷം ജോലി ചെയ്തു. അവിടെ ചെയ്തു. അവിടെ നിന്ന് ഗാന്ധിധാം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഗുജറാത്തിൽ കച്ച് പാകിസ്ഥാൻ ബോർഡർ. 71 വാർ സമയത്തൊക്കെ ഞാൻ അവിടെ. അവിടെയും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ പോയ എല്ലായിടത്തും ദൈവദാസന്മാരോട് ചേർന്ന് സഭയുടെ ഗാന്ധിധാമിലൊരു സ്റ്റീഫൻ പാസ്റ്റർ ചർച്ചൊക്കെ ഉണ്ട്. ഗാന്ധിധാമിൽ അവിടെയായിരുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ട്. സ്റ്റീഫൻ പാസ്റ്റർ ആ സഭയിലായിരുന്നു ഞാൻ. അന്നേരം ജയജോണിനെ അറിയാമായിരിക്കും. അല്ല, പിന്നെ ഇത് കച്ച്, ജയജോൺ കച്ച്, ചർച്ചുകോട്ടിലെ ഒരു ജോൺ കച്ച്. കച്ച്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇച്ചിരി പ്രായവും കുടുംബസ്ഥനുമൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങൾ ആത്മീയമായിട്ട് വളരെ മനപ്പൊരുത്തമുള്ള നല്ല ഒരു ദൈവദാസനും കുടുംബവും എല്ലാം. അപ്പം ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചോ? ഇല്ല, കല്യാണം ആയില്ല. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ സ്റ്റീഫൻ പാസ്റ്റർ, ഞാൻ അവിടെ RAPPയുടെ ഓഫീസ് അവിടെ ഉണ്ട്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ പറഞ്ഞ ആത്മീയ തീഷ്ണതയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും ജോലി ചെയ്യരുത്, ഉടൻ രാജിവെക്കണം, രാജിവെച്ചിട്ട് സുവിശേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴേ
എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവജനത്തിൽ കാണുന്നില്ല, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. അതെ, അത് വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കോളിങ് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം. അപ്പം പിന്നെ ഈ ജോലി രാജിവെക്കുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് അതൊക്കെ ഉപദേശിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് കോള് കിട്ടണം, കർത്താവിൻ്റെ തീർച്ചയായും കോള്. അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നും രാജിവെച്ചില്ല. പിന്നീട് ഒരു ദൈവദാസന് ആലോചന പറഞ്ഞ് ഇങ്ങനെയാണ്, ഗാന്ധിധാമിൽ ഉള്ള എൻ്റെ ജീവിതം ഈ പിന്നെ ബഹറിലുള്ളതായ എൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു പരിശീലന കാലമായിരുന്നു. കാരണം അവിടെ മരുഭൂമിയുടെ അനുഭവം അവിടെ. ഓക്കെ ഓക്കെ ശരി. പിന്നെ വരണ്ടുണങ്ങിയ മേഖലയാണ്. അപ്പം അവിടെ നിന്ന് ഞാൻ തിരിച്ച് റാവത്ത്പേട്ടയിൽ വന്നു, കോട്ട രാജസ്ഥാനിൽ. അവിടെ വന്നിട്ട് അവിടെ വെച്ചാണ് ഞാൻ മാരേജ് നടത്തുന്നത്. 1974. വൈഫിൻ്റെ വീട് എവിടെ? പുനലൂർ. ഓക്കെ. പേരെന്തുവാ? മേഴ്സി. ഓക്കെ. ഈ ബഹ്റിനിലേക്കുള്ള യാത്ര, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞേ. ബഹ്റിനിൽ പിന്നെ ഞാൻ ഈ മാരേജ് കഴിഞ്ഞിട്ട് അപ്പം ബഹ്റിനിലേക്ക് പോകാൻ ഞാൻ നേരത്തെ ട്രൈ ചെയ്തിരുന്നു. അപ്പം എനിക്ക് കമ്മ്യൂണിക്കേഷൻ വിഭാഗമാണ്. അതെ. അപ്പോൾ അവിടുത്തെ ഈ ബറ്റൽകോ എന്ന് പറയുന്ന ബഹ്റിൻ ടെലിഫോൺ അങ്ങനെ ഉള്ള അവിടെ ട്രൈ ചെയ്തു. പക്ഷേ അത് ഏതായാലും കിട്ടിയില്ല. അങ്ങനെ ആ സമയത്താണ് എൻ്റെ ബ്രദറിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ട്രൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയമുള്ള ഒരു സ്പോൺസർ ബിസിനസ്സാണ് അവിടെ. അങ്ങനെയാണ് അവിടെ പോകുന്നത്, ബഹ്റിനിലേക്ക് പോകുന്നത്. ഓക്കെ. ബഹ്റിനിലേക്ക് പോകുന്ന 1978 ഫെബ്രുവരി 29. ഓക്കെ. കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്, അത് മറക്കത്തില്ല. എവിടെ നിന്നൊക്കെ കയറി പോകുന്നത്? ബോംബെന്ന് ഫ്ലൈറ്റിന് പോയി. ഓക്കെ. അന്ന് ചെല്ലുമ്പം ഈ ബഹ്റിൻ ഇത്രയും ഡെവലപ്ഡ് ആണോ? ഒട്ടുമല്ല. അന്നത്തെ ബഹ്റിൻ എന്ന് പറയുന്ന ഒന്ന് ഓർത്തെടുത്താൽ വളരെ പിന്നെ ഇതാണ്. അതായത് ബഹ്റിൻ ശരിക്കൊരു ചെറിയ രാജ്യം, ചെറിയൊരു ഐലൻഡ്. അന്ന് ആ സമയത്തൊക്കെ പിന്നെ ഐലൻഡ് ആയതുകൊണ്ട് റോഡ് മാർഗം ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുക. ഒന്നിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ കപ്പൽ. അന്നും കപ്പലുണ്ടായിരുന്നു. കപ്പലിൽ പിന്നെ യാത്ര. പിന്നെ ഈ കമ്പനികളെല്ലാം മിക്കവാറും ഈ കപ്പലിലൊക്കെ ആയിരുന്നു കൊണ്ടുവരികയും ഈ ലേബേഴ്സിനെയൊക്കെ കൊണ്ടുവരികയും വിടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. അതും പിന്നീട് അധികം താമസിയാതെ പിന്നെ അത് നിന്നു. ഞാൻ പോയത് എയർ ഇന്ത്യയിലാണ്. അന്ന് എയർ ഇന്ത്യക്ക് അങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. എയർ ഇന്ത്യ. അത് അന്നത്തെ എയർ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗംഭീരമായിരുന്നു, രാജകീയമായിട്ട് തന്നെ. എന്തോ ഭയങ്കര ഫ്ലൈറ്റുകളാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് വൺ വേക്ക് 96 ദിനാറായിരുന്നു. 96 അന്നത്തെ 96. എനിവേ അങ്ങനെ ബഹ്റിനിലെത്തിയപ്പോൾ പിന്നെ അവിടെ 2 സഭകളുണ്ട്. 2 സഭകളെ മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഉണ്ട്. ഒന്ന് പാസ്റ്റർ ടി ജോസഫ് ശുശ്രൂഷിക്കുന്ന IPC. രണ്ടാമത്തെ സഭയാണ്. വാസ്തവത്തിൽ അവിടെ എന്തോ ഒരു പ്രശ്നം രണ്ടായി പിരിഞ്ഞതാണ്. MT സാമുവേലും ടി ജോസഫ് ഒരുമിച്ചായിരുന്നു അവിടെ ശുശ്രൂഷിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് MT സാമുവേലിൻ്റെ നേതൃത്വത്തിൽ കുറേ പേര് വേറെ ഒരു ചർച്ചിൽ ഇങ്ങോട്ട് മാറി. അത് 74-ലായിരുന്നു. ഞാൻ ചെല്ലുന്നത് 76, 2 വർഷം മുമ്പ്. അന്നേരം ഈ പിന്നെ MT സാമുവേൽ ശുശ്രൂഷിക്കുന്ന സഭയിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അവിടെ ആ സഭയിൽ ഈ MT സാമുവേലിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടാണ് ഞാൻ ജൂൺ മാസം ശുശ്രൂഷ രംഗത്തോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ. MT സാമുവേലിനെ ഓർത്താൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തോ പറയാനുള്ളത്? അദ്ദേഹം പ്രായമായ ഒരു ശുശ്രൂഷകനാണ്. പിന്നെ
പറഞ്ഞതുപോലെ വലിയ ഇളക്കപ്പെരുപ്പമൊന്നുമില്ല, ശാന്തനായ ഒരു മനുഷ്യൻ. പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷിച്ചു. എത്ര കാലം നിങ്ങൾ അദ്ദേഹം ബ്രിട്ടീഷ് ബാങ്കിൽ ജോലി ജോലിയായിരുന്നു? എനിക്കറിയാം, വ്യക്തിപരമായി പരിചയം. ബ്രിട്ടീഷ് ബാങ്കിൽ. അപ്പം ആ ബാങ്കിൻ്റെ ടൈമിങ്ങിലും കാര്യത്തിലുമൊക്കെ ചിലപ്പം ഒരു പിന്നെ തക്ക സമയത്ത് ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു അസോസിയേറ്റ് വേണം എന്നുള്ള. അന്ന് എത്ര പേരുണ്ട് ആ സഭയിൽ അംഗങ്ങളായി? ആ സഭയിൽ അബൌട്ട് ഒരു 150 പേര് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 150 പേരുള്ള സഭയുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നു. അത് എത്ര കാലം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു? 4 വർഷം. അത് 76 മുതൽ 81 പിന്നെ AG അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഈ AG ചർച്ച അവിടെ ആരംഭിക്കാനുള്ള മുഖാന്തരം എന്തുവാ? AG പിന്നെ ഈ കാലയളവിൽ ചില വ്യക്തികൾ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാത്ത ഒരു വിഷയമൊന്നും അല്ല. ചെറിയ കാര്യത്തിന് ഒരു ചെറിയ കാര്യം. നമ്മുടെ സഭകളുടെ പലതും വിഭജിക്കപ്പെട്ടതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയാൽ ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്കിന് ചിരി വരും പോലത്തുള്ള ഒരു. അപ്പോൾ എനിക്കത് ഗിരി ചെയ്യാനും ഒക്കത്തില്ല. ഞാൻ അസോസിയേറ്റ് പാസ്റ്റർ. AGയിൽ ഒരു സഭയെ അംഗീകരിക്കുന്നതും ഇൻഡിവിജ്വൽ അല്ല, ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഒരു സഭയായിട്ട് വരത്തുള്ളൂ. അപ്പം എല്ലാവരെയും ഒന്നും ശുശ്രൂഷന്മാരായിട്ട് അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് ഒടുവിൽ പിന്നെ ഇങ്ങനെയുള്ള പ്രഷറൊക്കെ ഉണ്ടായി ഞാനും ഒരു തീരുമാനമെടുത്തു. ഞാൻ ആ കൂടി നടത്തുന്ന സഭയിൽ പറഞ്ഞു, ദൈവമക്കളെ ഇങ്ങനൊരു വിഷയമുണ്ട്, അതുകൊണ്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങോട്ട് മാറുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ യാത്ര പറഞ്ഞാണ് അവർ പ്രാർത്ഥിച്ച് എന്നെ വിടുകയായിരുന്നു. ഓക്കെ. അതല്ലാതെ അവിടെ ചെന്ന് വഴക്കും വല്ലതും ഉണ്ടാക്കി. ഓക്കെ. ഈ ആ സഭ ആണ് ഇന്നത്തെ ബഹ്റൈൻ AG ചർച്ച് എന്ന് പറയുന്നത്. ആ സഭയിൽ നിന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുകയില്ല. ഞാൻ 28 പേരെയും കൊണ്ട് ആരംഭിച്ചു. 28 പേരായിരുന്നു. അതെ. അന്ന് പിന്നെ ഞങ്ങൾ മാറുമെന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പിന്നീട് വന്ന ആദ്യത്തെ മീറ്റിംഗ് 28 പേരെയും കൊണ്ട് ആരംഭിച്ചതാണ്. അത് പിന്നെ വളർന്നു. ഇന്നിപ്പോൾ എത്ര പേരുണ്ട്? ഇന്ന് ഒരു 300, 350 ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ പഴയ ആളുകളും പോയി. ഇപ്പം പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലെ സഭകളെല്ലാം ഷ്രിങ്ക് ചെയ്ത് വരിക. പല കാരണങ്ങൾ. പ്രവാസികളായിട്ടുള്ള മലയാളികൾ അവിടെ വിട്ടുപോകുന്നു, കുറേ പേര് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. പ്രാപ്തിയുള്ള അല്ലെങ്കിൽ കഴിവുള്ളവരൊക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഈ സഭകളിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒത്തിരി കുറവുണ്ട്. പിന്നെ അതനുസരിച്ച് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്നുമില്ല. ഇപ്പോൾ മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം ബംഗാളികളാണല്ലോ. അങ്ങനെ ബംഗാളികൾ ലേബേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇപ്പം വളരെ കുറച്ച് പേരെ കേരളത്തിൽ നിന്ന്. അത് മാത്രമല്ല, പ്രൊഫഷണലായിട്ടുള്ളവരും ഇന്ന് ഇന്ത്യയിൽ നല്ല ഉഗ്ര ശമ്പളമല്ലേ. പിന്നീട് ന്യൂ ജനറേഷൻസ് മെഡിക്കൽ സ്റ്റാഫുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി നോട്ടം ഇടുന്നത് യൂറോപ്പ്, UK പിന്നെ എന്നീ രാജ്യങ്ങളിലോട്ടൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അംഗസംഖ്യയിലുണ്ടാകുന്ന കുറവ് സഭകളെ ബാധിക്കുന്നുണ്ട്. സഭകളെ ബാധിക്കുന്നുണ്ട്, സഭകളുടെ വരുമാനത്തെ ബാധിക്കുന്നു. അത് കാരണം അന്നൊക്കെ വന്നവരൊരു 15 വർഷം 20 വർഷം ഒക്കെ അങ്ങ് കണ്ടിന്യൂ അവിടെ തന്നെ ചെയ്ത് അത് ദേ ആർ സ്പിരിച്വലി ആൻഡ് ഫിനാൻഷ്യലി
ദേ വെയർ വെൽ ഓഫ്. അപ്പോൾ അത് സഭയ്ക്ക് എല്ലാ നിലയിലും പ്രയോജനമായിരുന്നു. അവരൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ അവരും ഒത്തിരി പേര് ഒരു പ്രാവശ്യം ഒരു 7 കുടുംബം ഒരുമിച്ച് അമേരിക്കയിൽ, കാരണം അവിടെ ആരോ ഉണ്ടായിരുന്നു, ഫയൽ ചെയ്തു, വർഷങ്ങളത് ഓപ്പൺ ചെയ്തില്ല. അപ്പം എല്ലാവരും കൂടെ പോയി. എനിക്ക് തോന്നുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു അത് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് കിട്ടി എല്ലാവരും കൂടെ ഒരു അതൊക്കെ വലിയ ഒരു സഭാ ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ കാര്യമാണ്. അവർക്കും നന്മയാണെങ്കിലും അവർ സന്തോഷത്തോടെയാണ് പോകുന്നതെങ്കിലും നമുക്ക് അവരെ യാത്ര അയക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ അത് പിന്നെ വളരെ അതും ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാ നിലയിലും വെൽ ഓഫ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് പോകുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾ പിന്നെ വെൽക്കം ചെയ്യുമ്പം നമുക്ക് സന്തോഷമാണ്, പക്ഷേ പറഞ്ഞു വിടുമ്പം വേദനയുണ്ട്. എങ്കിലും നമ്മുടെ എല്ലാം കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് കർത്താവിലാണ്. ആത്യന്തികമായി ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. അതിന് ഓരോ സമയമുണ്ട്, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തക്കവണ്ണം മാനസികമായിട്ട് നമ്മളും ഒരുക്കത്തോടെ ഇരിക്കണം. ഈ സഭയെ ചേർത്ത് നിർത്താൻ അച്ഛൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് ബഹ്റിൻ സഭ, ബഹ്റിനിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന് വേറൊരു സഭ ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു ഈ സഭയെ ചേർത്ത് നിർത്താനായിട്ട് എങ്ങനെ സാധിച്ചു? അത് പിന്നെ എങ്ങനെ സാധിച്ചെന്ന് ഞാൻ തന്നെ ചിലപ്പം ചോദിച്ചു. ഞാൻ നാട്ടിൽ വരുമ്പോഴും എൻ്റെ ചുറ്റും ആളുകളൊക്കെ കൂടി അച്ഛാ ഇന്നാരും ഒക്കെ ആ സഭയിലുണ്ട്, ഇവരെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുവന്നു, അതിൻ്റെ ട്രിക്ക് എന്തുവാ? ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് ഒരു ദൈവദാസൻ ICPF-ലൊക്കെ പിന്നെ സ്റ്റാഫ് വർക്കറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം പിന്നീട് അങ്ങ് അമേരിക്കയിൽ ആയി. പുള്ളിയെ ഒരു പ്രാവശ്യം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെല്ലാം അവിടെ പലരുണ്ട്. അവിടെ ഒന്നും താമസിക്കാൻ പോയില്ല. അല്ല, ഞാൻ സഭയായിട്ട് ക്ഷണിക്കുന്നവരെ മുഴുവനും ഞാൻ അക്കോമഡേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇതിപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബത്തിലുള്ളവർ ഉള്ളപ്പോഴേ അവർക്ക് ഞാൻ ചോയ്സ് കൊടുത്തു. പക്ഷേ ഇദ്ദേഹം അത് വിസമ്മതിച്ചു. മനസ്സിലായി. എന്നിട്ട് എൻ്റെ അടുത്ത് താമസിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, I am staying with you because I want to study you. ഞങ്ങളൊക്കെ അവിടെ അമേരിക്കയിലൊക്കെ ഒരു 50 പേരെ ഒരുമിച്ച് നിർത്താൻ പെടുന്ന പാട് ഒക്കുന്നില്ല. അപ്പം പാസ്റ്റർ യുവർ പിന്നെ ജോലി, പിന്നെ കുടുംബം. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ജോലി, ഇതിൻ്റെ കൂട്ടത്തിൽ ജോലി കൂടെ സഭാ ശുശ്രൂഷ, അത് 100-300 പേരുള്ള ഒരു ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ഒത്തിരി, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇത്രയും ഫാമിലികളും അല്ലെങ്കിൽ ഇത്രയും വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അപ്പോൾ എല്ലാം അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്യണം, അവരെ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളില്ലേ? അപ്പോൾ അതെല്ലാം ജോലിയോടൊപ്പം എങ്ങനെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു? അത് എൻ്റെ കുടുംബം ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തുണയായി ദൈവം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം വൈഫും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുടുംബത്തിൻ്റെ വിഷയം ഒരു സഭ ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ആളുകൾ കുറവായിരുന്നു. അവിടെ എല്ലാവരെയും വിസിറ്റ് ചെയ്ത് എല്ലാ മീറ്റിങ്ങിലും ഒരു മിനിറ്റ് പോലും ലേറ്റാകാതെ പോകത്തക്ക നിലയിൽ വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം വൈഫ് നോക്കുമായിരുന്നു. എന്നെ ആ വിഷയങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം
എപ്പോഴും ആ ചർച്ച് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയെ അതായിരിക്കുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു അല്പസമയം നമുക്ക് ഓഫീസിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ചിന്ത മുഴുവനും അതാണ്, സഭയുമായിട്ട് ബന്ധപ്പെട്ട്. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വചനധ്യാനവും അതുപോലെ മറ്റ് വിസിറ്റ് ചെയ്യേണ്ട ഇടങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യുകയും എടുക്കുകയും അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഭയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉത്ഭവിക്കാതെ നമ്മൾ അതനുസരിച്ചുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കുക. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സഭ സ്പ്ലിറ്റ് ചെയ്യുന്ന വിഷയം വരുന്നതായ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ഒരു മോർ ദാൻ 50% ശുശ്രൂഷൻ അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയ സഭ നിലനിൽപ്പ്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ വിഷയം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കൈയുണ്ട് സഭാ ശുശ്രൂഷ. തീർച്ചയായിട്ടും ഉണ്ട്, അതുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത്, എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു വിഷയം ഉണ്ടായാൽ അത് നമ്മുടെ അടുത്ത് വരുന്നത് വലിയൊരു വിഷയമായിരിക്കാം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന. വലിയ വിഷയത്തെ നമുക്ക് നിസാരമായിട്ട് മാറ്റിയെടുക്കാം. അത് നിസാരമായ ഒരു കാര്യത്തെ വലുതാക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ശുശ്രൂഷകന്മാരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് വന്ന് നമ്മളോട് പറയും. അതെ. ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ഒരു ശബ്ദം ഉണ്ടാകണമെങ്കിൽ രണ്ട് കൈയും കൂടെ അടിക്കണമല്ലോ. അപ്പോഴേ നമ്മൾ മറുഭാഗവും കൂടെ കേൾക്കണം. രണ്ട് ഭാഗവും കേട്ട് കഴിഞ്ഞിട്ട് അത് നമ്മുടെ തീരുമാനം അത് നീതിയോടുകൂടെയുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. ഒരു പക്ഷവും കാണിക്കാതെ അങ്ങനെ നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ നിസാര കാര്യത്തെ പർവ്വതീകരിക്കാം. പർവ്വതം പോലെയുള്ള ഒരു വിഷയം നിസാരമാക്കി നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. ദിസ് നോ പ്രോബ്ലം. ഈ സഭാ ശുശ്രൂഷയിൽ നിരവധിയായ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒത്തിരി പ്രോബ്ലംസ് നേരിടേണ്ടി വന്നു. അതിൽ പറയാവുന്ന ഒന്നോ രണ്ടോ എണ്ണം ടച്ചിങ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നത്. ആദ്യകാലത്തൊക്കെ ഈ എന്താ പറയുന്നത്, നിസാരമായിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അന്ന് ഈ ആരാധനയ്ക്ക് ശേഷം പൊതുസഭയിൽ എന്തെങ്കിലും വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, ഈ ആരാധനയ്ക്ക് കടന്നു വരുന്നത് ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെ പോകണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആലോചനാ യോഗങ്ങൾ അതിനോടനുബന്ധിച്ച് നടക്കത്തില്ല. എന്നിട്ട് എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്ത് സഭയെ അറിയിക്കേണ്ടത് മാത്രം അറിയിക്കുക. മറ്റേത് എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സിലായി. അത് നമ്മൾ എടുക്കുന്ന തീരുമാനം അത് എക്സിക്യൂട്ട് ചെയ്യുക. അത് സഭയ്ക്ക് ദോഷം വരുന്നതൊന്നും എടുക്കത്തില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം സഭ സന്തോഷത്തോടെ പോകണം, ഐക്യതയോടെ പോകണം. അതിന് വിഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ നിലയിലൊക്കെ കൈകാര്യം ചെയ്ത് മനസ്സിലായി. ഓക്കെ, അച്ഛന് ദൈവം നൽകിയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട്, സഭാ ശുശ്രൂഷയിൽ ദൈവം നൽകിയ ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം നൽകിയൊരു ഗിഫ്റ്റ് എന്തുവാ? ഇടയൻ്റെ ഒരു ഹൃദയം. ഇടയൻ എല്ലാവർക്കും ഭാഷ ഒക്കത്തില്ല.
2 പ്രസംഗം പ്രസംഗിച്ചതുകൊണ്ട് പാസ്സാകത്തില്ല. അവിടെയുള്ള എല്ലാ സഭകളും ഗൾഫിലുള്ള സഭകളെല്ലാം ഇൻക്ലൂഡിങ് AG എല്ലാം പല കഷണങ്ങളായിട്ടുണ്ട്. ദിസ് ഇസ് ദ ഓൺലി വൺ ചർച്ച് അങ്ങനെ സംഭവിക്കാതെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തീരുമാനവും എടുത്തിയാടിയെടുക്കത്തില്ല. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും ഉണ്ടാകും, സാവധാനതയും. പിന്നെ ക്ഷമിക്കുക, മറക്കുക, forgive and forget. ഈ ഒരു തത്വം. പിന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില വചനഭാഗങ്ങളുണ്ട്. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പം വിതയ്ക്കാനൊരു കാലം, കൊയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു കൊയ്ത്തുണ്ട്. എന്ത് വിതച്ചാലും അത് കൊയ്യും. അത് തന്നെ കൊയ്യും. അത് ഒരു വിത്ത് വിതച്ചാൽ 100 മടങ്ങ് കൊയ്യും, 100 മേനി. ചിലത് സീസണൽ കൊയ്ത്ത, മനസ്സിലായി. അത് വിതച്ചാൽ ഒരു 3 മാസത്തിനകം നമുക്ക് കൊയ്തെടുക്കാം. ചിലത് വിതച്ചാൽ തലമുറകളായിരിക്കും ചിലപ്പോൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ആവശ്യം തേങ്ങായ, ഞാൻ തെങ്ങ് വെച്ചു. പക്ഷെ അത് കായ്ക്കാറായപ്പം എൻ്റെ ആവശ്യം മാങ്ങായ. അന്നേരം ആ തെങ്ങിൽ നിന്ന് മാങ്ങ പറിക്കാൻ ഒരു കാരണവശാലും കിട്ടത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഈ വിതയും കൊയ്ത്തും എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളും കാര്യങ്ങളും എല്ലാം സാധാരണക്കാരന് മനസ്സിലാകത്തക്കതായ നിലയിൽ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യം, കൃഷിയായാലും വലയെടുപ്പായാലും എന്താ ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവവചനം. മനസ്സിലായി. അതിൻ്റെ ഉദാഹരണം ദൈവവചനത്തിൽ തന്നെ ഉണ്ട്. അതാ പിന്നെ യാക്കോബും മക്കളും. യാക്കോബിൻ്റെ പിത അപ്പനെ കളിപ്പിച്ചു, ജ്യേഷ്ഠൻ്റെ ഇന്ന് വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം എടുത്തു, എല്ലാം ചെയ്തു. താൻ പിന്നത്തെ മടങ്ങി വന്നു കഴിഞ്ഞിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെ കളിപ്പിച്ചെങ്കിൽ തൻ്റെ പിന്നെ അമ്മാച്ചൻ എന്തോ ചെയ്തു, അവന് നന്നായിട്ട് കാഴ്ചയുള്ളപ്പം തന്നെ അവൻ കളിപ്പിക്കപ്പെട്ടു. നമുക്ക് കൊയ്തുകൊണ്ട് കിടക്കാം. പിന്നെ യാക്കോബ് എത്രമാത്രം കൊയ്തു. അപ്പം അത് ദൈവമക്കൾ മനസ്സിലാക്കണം. തലമുറകളെ പോലും ബാധിക്കത്തക്കതായ കാര്യങ്ങളാണ് ആലോചിക്കാതെ. പിന്നെ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്, ക്ഷമിക്കാനൊരു മനസ്സുണ്ടാകണം. പിന്നെ പലപ്പോഴും മൗനമായിട്ടിരിക്കുക. ഏറ്റവും വലിയ ആയുധം. അത് ഒരിക്കലും ഒരു കമ്മിറ്റി കൂടി കഴിഞ്ഞുണ്ടേ, പിന്നെ പുതുതായിട്ട് ഒക്കെ വലിയ ഇതില്ലാത്ത ചില നല്ല ഈ ഓർത്തഡോക്സിൽ നിന്നും ഒക്കെ പിന്നെ അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുത്തി ഒക്കെ ഉള്ള ചില ആളുകൾ പിന്നത്തേതിൽ കമ്മിറ്റിയിൽ എടുത്തു. അവിടെ കമ്മിറ്റി ആകുന്നുണ്ട്, വിഷയങ്ങൾ വരുന്നുണ്ട്, ചർച്ച ചെയ്യുമല്ലോ. അത് ഞാനൊത്തിരി ഡെമോക്രസിയാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുക, എല്ലാ അഭിപ്രായങ്ങളും കേൾക്കുക, എന്നിട്ട് യോഗ്യമായ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എന്ന് പറയുന്നത് ഐകണ്ഠ്യനെ, അല്ലാതെ വോട്ടിനിട്ടെന്നുള്ള ഒരു പരിപാടിയും. അല്ലെങ്കിലും ഈ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് ഒരു വിഷയം വന്നു കഴിഞ്ഞ ഉടനെ എനിക്ക് ന്യായമായിട്ട് ന്യായങ്ങൾ പറഞ്ഞ് അവിടെ അവതരിപ്പിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ മൗനമായിട്ടിരുന്നു. അത് ഈ സഹോദരങ്ങൾക്കറിയാം. ഒരു കമ്മിറ്റി കഴിഞ്ഞിട്ട് അവരെൻ്റെ കൂടെ മുമ്പിൽ നടന്നിട്ട് പറഞ്ഞു, പാഷയുടെ ഈ മൗനം ഞങ്ങളെ ഒത്തിരി അതിശയിപ്പിക്കുന്നു. എന്താ അത് പറഞ്ഞതാ.
ആ പുള്ളിക്കാരനിപ്പം പിന്നെ അമേരിക്കയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മൗനം ആയുധമാക്കി അരനൂറ്റാണ്ട് പിന്നിടുന്ന. ഞാൻ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ അധികം പിന്നെ മുഷ്ടി ചുരുട്ടിയോ അല്ലെങ്കിൽ അല്ല, വേറൊരു കാര്യം, അച്ഛനെ ഇപ്പം ഭൗതികമായിട്ട് സ്വന്തം ജോലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സഭയുടെ ഒരു വരുമാനമോ അതൊന്നും ഒരു വിഷയമല്ല. ഒരു വിഷയമല്ല. ഞാൻ പിന്നെ അവിടെ എല്ലാവർക്കും അറിയാം, ഇത് ഓപ്പൺ ബുക്കാണ്. അതായത് ഞാൻ സ്തോത്രകാഴ്ച സഞ്ചി തൊടത്തില്ല. തൊടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈവെക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ട്രഷറുണ്ട്, അദ്ദേഹത്തിനെ നമ്മളെന്തിനാ തിരഞ്ഞെടുത്തത്? ഈ അച്ഛന് ഇപ്പം അങ്ങനെ സഭയിൽ നിന്ന് വലിയ വരുമാനം ആവശ്യമില്ലായിരുന്നു. പിന്നെ ഈ പണമൊക്കെ എന്തോ കൊടുത്തു? പണമൊക്കെ പിന്നെ എത്രയോ ആവശ്യങ്ങളാണ്. അല്ല, ബഹ്റിനിലെ ഒരു ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും സ്ട്രെങ്ത് ഉള്ളൊരു ചർച്ച് എന്ന് പറയുമ്പം വലിയ ഹ്യൂജ് എമൗണ്ട് വരുമാനം ഉണ്ടല്ലോ. അത് പിന്നെ ഒന്ന് ഞങ്ങൾക്ക് അവിടെ കുറേ ചിലവുണ്ട്. ഞങ്ങളുടെ ആരാധന പിന്നെ ഞങ്ങൾ ക്യാമ്പുകളിൽ നിന്ന് ഈ പിന്നെ ലേബേഴ്സിനെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭാരതത്തിൻ്റെ പിന്നെ വിവിധ സുവിശേഷീകരണത്തിന് വേണ്ടി അത് ചിലവാക്കും. അത് കഴിഞ്ഞിട്ട് ചാരിറ്റി ആയിട്ട് കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, പിന്നെ ചില ശുശ്രൂഷന്മാരുടെ പിന്നെ മക്കൾക്കോ ഒക്കെ എഡ്യൂക്കേഷൻ, ചികിത്സ, പിന്നെ വീടില്ലാത്തവർക്ക് അപ്പം അങ്ങനത്തെ പ്രൊജക്റ്റുകളും മറ്റുള്ളവരെ സഹായിക്കാൻ ഒത്തിരി സാധിച്ചു. പിന്നെ സുവിശേഷ പ്രവർത്തനം. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പം ജോലി ചെയ്യുന്നില്ല. എത്ര വർഷമായി ജോലി? ഞാൻ ജോലി അതായത് 23 ജനുവരി വരെ ഞാൻ ജോലി ചെയ്തു. 23 വരെ ഞാൻ കാരണം ഇനി പോരാൻ വേണ്ടി ശ്രമിച്ച 2 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പോരാൻ. ഇപ്പം പോരാനുള്ള താല്പര്യമുണ്ടോ? ഇപ്പോൾ ഞാൻ ശ്രമിച്ച സന്ദർഭത്തിലോ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളൊന്നും അത് അങ്ങനെ നടന്നില്ലല്ലോ. അത് ഒന്ന് കമ്പനിയും വിട്ടില്ല, സഭയെ മിണ്ടി പോരെന്ന് പോലും പറഞ്ഞു. അവരെല്ലാം പറഞ്ഞ് അല്ല, ഈ പൗലോസ് എഫെസോസിൽ സഭയിൽ ശുശ്രൂഷിച്ച് 1.5 വർഷം 2 വർഷം 6 മാസം ശുശ്രൂഷിച്ച് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഈ യാത്ര പറയുന്ന യാത്രയപ്പ് യോഗം നടക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ അത് ഉണ്ട്, 19 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അപ്പം യാത്ര പറയുമ്പോൾ അവിടെ ഒരു വാചകമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ വിശ്വാസികൾ പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നൊരു ഭാഗമുണ്ട്. അപ്പം ഒരു പാസ്റ്ററെ എങ്ങനെയൊന്ന് ഈ പാസ്റ്റർ ഒന്ന് ഒഴിവായി പോകുമെന്ന് കരുതുന്ന പല സഭകളുമുണ്ട്. അതേസമയം പാസ്റ്ററെ വിടാതിരിക്കുന്ന സഭ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ലിറ്ററലി നടന്ന അവരൊക്കെ പറഞ്ഞത്, ഞങ്ങളെല്ലാം യാത്ര അയച്ചിട്ട് പോയാൽ മതി പാസ്റ്റർ. അവർ പറഞ്ഞ ആളുകളെല്ലാം യാത്രയയപ്പ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഏത് വിസ സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്? ഞാൻ ഒരു ഇൻവെസ്റ്റർ വിസ എടുത്താൽ അവിടെ നമുക്ക് ഏജ് ഒരു പ്രശ്നമല്ല. പിന്നെ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കുകയില്ല. കാരണം എന്നെ അവിടെ എത്തിച്ച ദൈവത്തിനൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ എന്ന് അവിടുന്ന് പോകണമെന്നുള്ള ഡേറ്റും നമ്മളവിടെ എത്തുന്നതിന് മുമ്പേ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക സ്ഥാപനത്തിന് മുൻപേ അത് നിർണ്ണയിച്ചതാണ്. അപ്പോൾ തമ്പുരാൻ്റെ കയ്യിലൊരു ടൈം ടേബിൾ ഉണ്ടല്ലോ, അത് നടക്കട്ടെ. ആ ടൈം ടേബിളിൽ എന്ന് ആണ് എന്നുള്ളത് എൻ്റെ യാത്ര സംഭവിക്കുകയാണ്. ഓക്കെ. അച്ഛൻ്റെ ലൈഫിൽ എടുത്തു പറയത്തക്ക നിലയിൽ എന്തെങ്കിലും ദൈവപ്രവൃത്തി നടന്നതോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത്. എൻ്റെ വിഷയങ്ങൾ, എന്നെ ദൈവം, ഞാൻ ഈ കർത്താവിൻ്റെ വേലയിലും ഒക്കെ ഇങ്ങനെ
ആയി. എനിക്ക് 3 മക്കളെ ദൈവം തന്നു. എനിക്കിപ്പം എടുത്തു പറയുവാൻ തക്കോണം കഴിയുന്ന എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ 3 മക്കളും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അവർ 3 പേരും 3 സ്ഥലത്താണിപ്പോൾ. 2 പെൺമക്കളും മോനും 1 മോനും. മൂത്ത മോള് പിന്നെ ബാംഗ്ലൂരിൽ അവർ മോൻ അവിടെ സെറ്റിലായിരുന്നു. അവിടുത്തെ ഒരു സീനിയർ പാസ്റ്ററുടെ മോനാണ്. അവർക്ക് ചർച്ചുണ്ട്. അതേസമയത്ത് മോന് IT മേഖലയിൽ ഒരു ഉന്നത പിന്നെ പദവിയിലൊക്കെ ഉള്ള ആളാണ്. മോളും ജോലി ചെയ്യുന്നുണ്ട്. 2 പേരും ജോലി ചെയ്യുന്നുണ്ട്. സമയത്ത് ചർച്ചുണ്ട്. പല ലാംഗ്വേജിലുള്ള ചർച്ചുകൾ ഉണ്ട്. കർത്തൃവേലയിൽ അവർ മുന്നേറുന്നു. മോന് ബഹറിലുണ്ടായിരുന്നു. നല്ല ജോലിയായിരുന്നു. ദൈവവിളി ഉണ്ടായപ്പോൾ അത് രാജിവെച്ചിട്ട് ഇവിടെ ബാംഗ്ലൂരിലെ SIBCയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ UPയിലാണ്. UPയിൽ വടക്കേ ഇന്ത്യ തിരഞ്ഞെടുത്തു. അവർ 2 പേരും. എത്ര വർഷമായി ഇപ്പോൾ? ഇത് ബൈബിൾ കോളേജ് ഫിനിഷായത് 2010 തോന്നുന്നു. 10 യെസ്. 11 അവൻ്റെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം അപ്പം എൻ്റെ മൂത്ത ബ്രദർ ലക്നൗവിലുണ്ടല്ലോ, പാസ്റ്റർ പാപ്പി മത്തായി. അച്ഛൻ പറഞ്ഞു ഒരു 2 കമ്മ്യൂണിക്കേഷനെല്ലാം നേരിട്ട് 2 വർഷത്തെ അവിടുത്തെ യൂത്ത് പാസ്റ്ററായിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മാരേജിന് ശേഷം പോയി അവിടെ 2 വർഷം കൂടെ കൂടുതലൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു പയനിയർ വർക്ക് തുടങ്ങി. അവർ 2 പേരും. മോളും അതുപോലെ ഗൾഫിൽ വളർന്ന ആ സാഹചര്യത്തിൽ ഉണ്ട്. നല്ല സുവിശേഷ താല്പര്യമുള്ള സൈക്കോളജിയൊക്കെ എടുത്ത് ഇപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ് ക്ലിനിക്കുമൊക്കെ തുടങ്ങി. അതിൽ കൂടെ സുവിശേഷം അറിയിക്കുക. അല്ലാതെ നമ്മൾ UPയിലെ കാര്യം അറിയാറില്ല. പിന്നെ അവർ 2 പേരും ഈ ഗൾഫ് പശ്ചാത്തലമുള്ള ആളുകൾ കർത്താവിൻ്റെ വിളി കേട്ടതുകൊണ്ട് മാത്രം അവിടേക്ക്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം അതല്ലേ? ഏറ്റവും സന്തോഷം അതാ. പിന്നെ മറ്റേ 2ാമത്തെ മോള് പിന്നെ ഇവിടെ ഉണ്ട്, ഡാലസിലുണ്ട്. അവരും മോനും മക്കളും അവരും നല്ല നിലയിലും അവരുടെ സാഹചര്യം അനുസരിച്ച് ദൈവസഭയോട് ചേർന്ന് അവരും പ്രവർത്തിക്കും. അപ്പം ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണ് മക്കളാണ് സപ്പോർട്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ദൈവം എത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എത്രത്തോളം ബഹറിൽ ഉയർത്താമോ അത്രത്തോളം ദൈവം ഉയർത്തി. ഞാൻ പഠിച്ച ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡായി ആകുന്ന സന്ദർഭത്തിൽ ആ കമ്പനി ഫ്രഞ്ച് മാനേജ്മെൻ്റ് ആണല്ലോ, അവർ ഇന്ത്യയിലെ ടെക്കർ, പിന്നെ ഏതാണ്ട് 4 കമ്പനികൾ, സൗദിയിലുണ്ടൊരു ബ്രാഞ്ച്, ഖത്തറിലുണ്ട്, ബഹറിനിൽ തന്നെ 2 CR ഉണ്ട്. ഒന്ന് സ്പെഷ്യൽ എഫക്റ്റ് ആർട്ടിസ്റ്റിക് പെയിൻറ്റിങ്, അതൊന്ന്. മറ്റേത് മുഴുവനും ഈ ഫർണിച്ചർ ആൻഡ് ഡെക്കറേഷൻ. ഇതിൻ്റെ ഫിനാൻസ് മാനേജറായിട്ടും ഒക്കെ ഞാൻ റിട്ടയർഡ് ആകുന്നത്. ഓക്കെ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് ദൈവം ഉയർത്തി. എനിക്ക് യോഗ്യതയില്ലാത്ത
ഇടത്തും തന്നെ ദൈവം ഉയർത്തി. ഇതെല്ലാം പിന്നെ ജീവിതത്തിൽ പല ഈ ശുശ്രൂഷയെ തന്നെ ബാധിക്കത്തക്കതായ ഡയറക്റ്റ് ആഞ്ഞടിച്ചിട്ടുള്ള പ്രതിസന്ധികൾ, കൊടുങ്കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ വരുന്നത്. നമ്മൾ അതിലെങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, ഇതൊക്കെയാ മനസ്സിലായി. ഓക്കെ, എനിവേ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 50 വർഷങ്ങൾ ബഹറിനിൽ മൗനമായുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. കൂടുതൽ കാലം കർത്താവ് അനുഗ്രഹിക്കട്ടെ, അവിടെയുള്ള സഭയെ സഹായിക്കട്ടെ. എല്ലാ പ്രേക്ഷകരോടും ബഹറിനിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയുടെ ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെയും അദ്ദേഹത്തിൻ്റെ സഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ ഇത്രയും സമയം വേർതിരിച്ചതിലും ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ നടത്തിയതിലും വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. തീർച്ചയായിട്ടും ഇതും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവിക പദ്ധതിയാണ്. അതെ.